ഇന്ന് പറയാൻ പോകുന്നത് കസ്റ്റമേഴ്സിൻ്റെയും സപ്ലയേഴ്സിൻ്റെയും റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് എടുക്കുക, അതേപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, മൊത്തം എത്ര കൊടുക്കാനുണ്ട്, ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത്, എന്നാണ് കൊടുക്കാനുള്ളത്, ഡ്യൂ ഡേറ്റ് എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ബിൽ വൈസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടോളൂ. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ബിൽ വൈസ് പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ പാർട്ടികളുടെയും ബില്ലുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡാറ്റകൾ നമ്മൾ അടിച്ചു കയറ്റുക. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ടൈപ്സ് ഓഫ് റെഫറൻസുകൾ ഉണ്ട്. ഓൺ അക്കൗണ്ട്, അഡ്വാൻസ്, എഗെയിൻസ്റ്റ്, ന്യൂ റെഫറൻസ് ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കസ്റ്റമേഴ്സിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് എടുക്കുക, എത്ര കൊടുക്കാനുണ്ട്, ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അത് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. കാരണം ഓരോ വീഡിയോയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമില്ലാത്ത കാര്യമാണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. എനിക്കാണെങ്കിൽ അത് ഒരുപാട് ഉപകാരമായിട്ട് മാറും ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ട്സുകൾ എടുക്കുക എന്നുള്ളത് നമുക്കറിയാം. കസ്റ്റമേഴ്സിൻ്റെയും സപ്ലയേഴ്സിൻ്റെയും ഒക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിലേക്കാണ് പോകേണ്ടത്. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിലെടുത്തു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്സ് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 4 തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടും. ഒന്ന് റിസീവബിൾസ്, പേയബിൾസ്, പിന്നെ ലെഡ്ജർ, പിന്നെ ഗ്രൂപ്പ് വൈസ്. അപ്പോൾ നമുക്ക് റിസീവബിൾസ് എടുക്കാം, പേയബിൾസ് എടുക്കാം, പിന്നെ ലെഡ്ജർ വൈസ് റിപ്പോർട്ടും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് വൈസ് റിപ്പോർട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓരോ റിപ്പോർട്ടുകളും ഈ 4 എണ്ണവും റിസീവബിൾസ്, പേയബിൾസ്, ലെഡ്ജർ, ഗ്രൂപ്പ് ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് പേയബിൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പേയബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ 2 പാർട്ടികൾ എടുക്കുന്നുണ്ട്, രാജുണ്ട്, റാണിയുണ്ട്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F1 ആണ് അടിക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് Alt F1 പ്രസ് ചെയ്തു. അപ്പോൾ Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. അപ്പോൾ 3654 എന്ന് പറഞ്ഞ ബില്ലിൽ രാജിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. എന്നാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്? 1 ഏപ്രിലാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഓവർ ഡ്യൂ ഡേയ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. കാരണം എന്താണ് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത് എന്താണ് 1-ാം തീയതി തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത്. നമുക്ക് ഓരോ ബില്ലും നോക്കാം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് 2,50,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഐഫോണാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി കാണും. പാർട്ടിയുടെ പേര് വന്നിട്ടുണ്ട്, ഐഫോൺ 5 എണ്ണം 50,000 രൂപ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻട്രി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ ജേണലിലാണ്. അപ്പം നമുക്ക് ഈ ജേണലിൻ്റെ എൻട്രി എടുത്തിട്ട് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടുത്തെ എൻട്രി വന്നിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബൈ രാജ ടു പർച്ചേസ് റിട്ടേൺ, അതായത് നമ്മളെന്താണ് ഇതെന്താണ് വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സ് എന്താണ് പാർട്ടിക്ക് എന്താണ് തിരിച്ചയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 50,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ തിരിച്ചിട്ട് പാർട്ടിക്ക് അയച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതാണെന്നുണ്ടെങ്കിൽ റാണി എന്ന് പറഞ്ഞ പാർട്ടിയാണ്. റാണി എന്നുള്ള പാർട്ടിയുടെ അടുത്ത് എന്താണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് നോക്കാം. പർച്ചേസ് TV പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 50 എണ്ണം 35,000 രൂപ വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് എന്താണ് 17,50,000 രൂപ എന്താണ് കൊടുക്കാനുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ 17,50,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടികളും ആയിട്ടുള്ള പർച്ചേസാണ്. ക്രെഡിറ്റേഴ്സിൽ വരുന്നത് എന്താണ്, പേയബിൾസിൽ വരുന്നത് എന്താണ്, ഈ 2 പാർട്ടികൾക്കാണ് ഈ ടോപ്പ് എമൗണ്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ടും ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് അടുത്തതിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മളെ പേയബിൾസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റിസീവബിൾസ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ റിസീവബിൾസ് എടുത്തിട്ട് നോക്കി. അപ്പോൾ റിസീവബിൾസ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ദാസ്, മോഹൻ, ടോം 3 പാർട്ടികളുടെയാണ് കാണുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F1 അടിച്ചു. അപ്പോൾ Alt F1 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ
ഇവിടെ നമുക്ക് ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദാസിൻ്റെ അടുത്ത് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് ഐഫോൺ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ആ എൻട്രി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻട്രി നമുക്കിവിടെ കാണും. ദാസിനുണ്ട് നമ്മൾ ഐഫോൺ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 10 ഐഫോണാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6,20,000 രൂപയാണ് നമ്മളെ സെയിൽസിലായിട്ടുള്ള എമൗണ്ടായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടി, 2 ലക്ഷം രൂപ കിട്ടി. ദാസിൻ്റെ അടുത്തുനിന്ന് 2 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ നമ്മളത് ഏതിലാണ് എൻട്രി ചെയ്തിരിക്കുന്നത്? റെസിപ്റ്റിലാണ് നമ്മൾ അതിൻ്റെ എൻട്രി ചെയ്തിരിക്കുന്നത്. ബൈ ക്യാഷ് ടു ദാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ലക്ഷം രൂപ കിട്ടിയതായിട്ട് നമ്മൾ എൻട്രി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് നോക്കാം. അടുത്തത് മോഹനുമായിട്ടുള്ള ട്രാൻസാക്ഷനാണ്. മോഹനാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മോഹൻ എന്താണ് സെയിൽ നടത്തിയിരിക്കുന്നത്? TV ആണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ എൻട്രി കാണണമെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി അടിച്ചു. പാർട്ടി മോഹനാണ്, സെയിൽസ് എടുത്തു. നമ്മൾ 3 എണ്ണം 36,000 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് എന്താണ് 25,000 രൂപ എന്താണ് കിട്ടി. പൈസ നമുക്ക് 25,000 രൂപ ചെക്കായിട്ട് 25,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എൻട്രി ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഈ 25,000 രൂപയുടെ ചെക്ക് എന്താണ് നമ്മൾ ഡിസോണർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ റിസീവബിൾസും പേയബിൾസും നോക്കി. ഇനി ലെഡ്ജർ എടുത്ത് നോക്കാം. ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടി വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും. ഇപ്പോൾ ദാസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാസിന് എത്രയാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കിട്ടും. മൊത്തം മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ കാര്യം ദാസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ദാസിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഇവിടെ കാണും. ഇങ്ങനെ ഓരോ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണും. ഇപ്പോൾ രാജാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് രാജിനായിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണും. രാജിന് എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്. രാജിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 lakh ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ലെഡ്ജർ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് വൈസ് റിപ്പോർട്ടാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ഗ്രൂപ്പ് എടുത്തു. അപ്പോൾ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ആരൊക്കെയാണ് ക്രെഡിറ്റേഴ്സ്. രാജുണ്ട്, രമേശുണ്ട്, റാണിയുണ്ട്, ടോമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റിലെ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ ഡെബിറ്റിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ എന്താണ് ക്രെഡിറ്റിലെ എമൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പൈസ വീണ്ടും എന്താണ് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് റിപ്പോർട്ട് കിട്ടും. മൊത്തം സൺഡ്രി ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ സൺഡ്രി ഡെറ്റേഴ്സിന് എത്ര അതേപോലെ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എത്ര കിട്ടാനുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ളത് നമ്മൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിയുടെ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മളിവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു അതിക്കുക. അപ്പോൾ ദാസ് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് കാണിക്കുക ഡെറ്റർ ആയിട്ടാണ്. കാരണം ദാസിൻ്റെ അടുത്ത് നിന്ന് എന്താണ് പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെയൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കുക. അതായത് നമുക്ക് സപ്ലയേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും റിപ്പോർട്ടുകൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രാജ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ രാജിൻ്റെ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ പ്രിൻ്റ് എടുക്കണം. ഇപ്പോൾ രാജിനെ സംബന്ധിച്ചുള്ള ഓൾട്ട് F1 അടിച്ചപ്പോൾ രാജിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വന്നു. അപ്പോൾ ഇതന്നെയാണ് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ഇവിടെ മുകളിൽ പ്രിൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ കറൻറ്റ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിവ്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്കിനി ഈ പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് F4 അടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ F4 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക? പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത്? ഇവിടെ മുകളിൽ പ്രിൻ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, അതിൽ കറൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, അതിലെന്താണ് എടുക്കേണ്ടത്? പ്രിവ്യൂ എടുത്തു. പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് F4 അടിച്ചാൽ മതി. F4 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിൻ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഇത് നമുക്ക് എല്ലാം ശരിയല്ലേ നോക്കിയതിൻ്റെ ശേഷം നമ്മൾ പ്രിൻ്ററിൽ പേപ്പർ വെച്ചതിൻ്റെ ശേഷം നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ അക്കൗണ്ട്സ് നമ്മൾ മാനേജ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.